ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. പ്ലാന്റ് ഷോപ്പിങ്ങും ഗാർഡനിങ്ങും ഫെർട്ടിലൈസിങ്ങും എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കുക. ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതാ ഞാനും ഇക്കയും കൂടെ പ്ലാന്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മലപ്പുറം മുണ്ടുപറമ്പുള്ള ഒരു നഴ്സറിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല വെറൈറ്റീസ് പ്ലാന്റുകൾ ഉണ്ടായിരുന്നു, ഇൻഡോറും ഔട്ട്ഡോറും. ഫ്രൂട്ട്സിൻ്റെ തൈകളും വിത്തുകളും വെള്ളത്തിലിടുന്ന ചെടികൾ, അങ്ങനെ പലതരം ഉണ്ടായിരുന്നു. പിന്നെ ഈ ചെടി കാണാൻ നല്ല ഭംഗിയില്ലേ. പിന്നെ ഇതിന് കുറച്ച് സൺലൈറ്റ് കൂടുതൽ കിട്ടുന്നതിൻ്റെ അതിൻ്റെ ലീഫ് കുറച്ചൊന്ന് ഡാമേജ് ആയിട്ടുണ്ട്. അതുപോലെ പോട്ടുകൾ, വളങ്ങൾ, ചെടിയോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഒടുവിൽ ഈ ഒരു യൂജീനിയാണ് കേട്ടോ ഫൈനലൈസ് ചെയ്തത്. പിന്നെ ഇത് അബിയോ ഫ്രൂട്ടിൻ്റെ തൈയാണ്. എൻ്റെ ഒരു ചെടിയിൽ അത്യാവശ്യം നല്ലോണം ഉറുമ്പുണ്ട് കേട്ടോ, എന്താണെന്നറിയില്ല. അപ്പോൾ അത് അവരോട് പറഞ്ഞപ്പോൾ അവർ തന്നതാട്ടോ ഈ ഒരു ഫെർട്ടിലൈസർ. പിന്നെ ഇത് ചെടികളൊക്കെ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു പൗഡറാണ്. NPK 1 ലിറ്റർ വെള്ളത്തിൽ 5 to 10 ഗ്രാം എടുത്തിട്ട് ചെടിയുടെ ലീഫിനെ അടിച്ചെടുത്താൽ മതി. പിന്നെ ഈ ഒരു പാമ്പും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഓട്ടോക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ സാധനങ്ങളെല്ലാം കയറ്റി ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു. പ്ലാന്റുകളെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഓൾറെഡി ഇതിൽ മണ്ണ് നിറച്ചിട്ടുള്ള ഒരു പോട്ടുണ്ടായിരുന്നു, ഇവിടെ ഉപ്പ തന്നതായിരുന്നു കേട്ടോ. അപ്പം അതിൽ സെറ്റ് ചെയ്യാണ്. മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും തുല്യ അളവിലെടുത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് ചെടി നട്ടാൽ മതി, നന്നായിട്ട് ഗ്രോ ചെയ്യും. ഈ ഒരു ഫെർട്ടിലൈസർ 1 ലിറ്റർ വെള്ളത്തിൽ 1/3 ഭാഗം എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെടികൾക്ക് ആക്കി കൊടുക്കുക. ഇതൊക്കെ കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ കുട്ടികളൊന്നും ഇല്ലാത്ത സമയത്തും അതുപോലെ നമ്മുടെ ഡ്രസ്സിലൊന്നും ആവാതെയും നമ്മുടെ വായിലൊന്നും ആവാതെയൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ചെടിയിൽ അത്യാവശ്യം നല്ലോണം ഉറുമ്പുണ്ട് കേട്ടോ, വീഡിയോയിൽ കാണാനിട്ടാണ്. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് മുകളിലോട്ട് ഇങ്ങോട്ട് ഉറുമ്പ് വരാറുണ്ട്. ഈ പൗഡർ ചെടികൾ നന്നായിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി വെള്ളത്തിലോട്ട് ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ചെടിയുടെ എല്ലാ ലീഫിനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. 15 ഡേയ്സിലാണ് കേട്ടോ അത് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ ഗ്രോ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളോട് പറയാം. ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നല്ലതല്ലേ.
പിന്നെ ഇതാ അന്ന് വാങ്ങിച്ച ചെടി സെറ്റ് ചെയ്തത് കാണിച്ചു തരാം കേട്ടോ. ഒന്നതാ ആ പാം ചെടിയും പിന്നെ ഇതാ യൂജിനിയ ഇതും. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.